നമ്മളൊരു Arduino പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലേ, പല ടൈപ്പ് Arduino ബോർഡ്സ്. ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആകും ഏത് ബോർഡ് വാങ്ങണമെന്ന്. ഈ വീഡിയോയിൽ നമ്മൾ പല ടൈപ്പ് Arduino പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ അവസാനം നിങ്ങളുടെ പ്രോജക്റ്റിന് ആവശ്യമായ നിങ്ങൾക്ക് പറ്റിയ Arduino ബോർഡ് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് വാങ്ങാം. നിങ്ങൾക്ക് ഈ Arduino, റോബോട്ടിക്സ്, ഹോം ഓട്ടോമേഷൻ, DIY പ്രോജക്ട്സ് ഇതൊക്കെ താല്പര്യമുള്ള ആളാണോ? ആണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരുപാട് സിമ്പിളായിട്ടുള്ള പ്രോജക്ട്സിൻ്റെ ട്യൂട്ടോറിയൽസ് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ ആക്കി ഈ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കിതൊക്കെ അടിച്ചു പൊളിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഈ ആഴ്ചത്തെ ഫ്രീ PCB വിന്നേഴ്സിനെ ഈ വീഡിയോയിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് പ്രോജക്റ്റിലേക്ക് കിടക്കാം. Arduino ബോർഡിൻ്റെ ടൈപ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തുടക്കക്കാർക്ക് വേണ്ടി Arduino എന്താണെന്ന് ഞാൻ ഒരു ചെറിയ ഐഡിയ തരാം. റോബോട്ടിക്സ്, ഹോം ഓട്ടോമേഷൻ, DIY പ്രോജക്ട്സ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് Arduino. അതിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് Arduino ബോർഡ്. ഈ Arduino ബോർഡിൽ ഒരു മൈക്രോ കൺട്രോളർ ഉണ്ട്. അതിനകത്തോട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇത് പരിചയമില്ലെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് മിനിറ്റുകൾ കൊണ്ട് ഇത് വെച്ച് പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് Arduino പറ്റി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വളരെ രസകരമായി പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, കാണാൻ മറക്കണ്ട. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു പഠിക്കാൻ പറ്റിയൊരു ബോർഡാണ് ഈ Arduino Uno. എല്ലാതരം ബിഗിനർ ലെവൽ പ്രോജക്ട്സും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബോർഡാണ് ഈ Uno. ഈ ബോർഡിൽ 20 GPIO പിൻസ് ആണുള്ളത്. അതിൽ 6 PWM ഔട്ട്പുട്ട് വരുന്ന പിൻസാണ്. ഈ PWM സിഗ്നൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ റോബോട്ടിക് ആമിലൊക്കെ സെർവോ മോട്ടോഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ അനലോഗ് റീഡിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് 6 അനലോഗ് ഇൻപുട്ട് പിൻസ് ഉണ്ട്. അതുമാത്രമല്ല ഇതിന് ചുറ്റും ഈ ഹെഡേഴ്സ് ഉള്ളത് കൊണ്ട് സോൾഡർ ചെയ്യാതെ തന്നെ ഇതിനകത്ത് കമ്പോണൻസും വയേഴ്സും കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. യൂനോയിലുള്ള GPIO പിൻസ് പോരാ, ഇതിനേക്കാളും വേണമെങ്കിൽ നിങ്ങൾക്ക് Arduino മെഗാ ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ബോർഡിൽ Arduino യൂനോയുടെ 3 ഇരട്ടി GPIO പിൻസ് ഉണ്ട്. അതായത് 54 GPIO പിൻസ് ആണുള്ളത്. മാത്രമല്ല ഈ ഒരു ബോർഡിൽ 3 സീരിയൽ കമ്മ്യൂണിക്കേഷൻ ചാനലാണുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് അനലോഗ് പിൻസിന്റെ എണ്ണവും PWM പിൻസിന്റെ എണ്ണവും വളരെ കൂടുതലാണ്. പക്ഷേ ബാക്കി പ്രോഗ്രാമിങ്ങും വർക്കിങ്ങും എല്ലാം Arduino Uno പോലെ തന്നെയാണ്. Arduinoയുടെ കുഞ്ഞൻ ബോർഡുകളിൽ ഒന്നാണ് Arduino Nano. ഈ ബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രെഡ് ബോർഡിൽ വരെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ സർക്യൂട്ട് ഡിസൈനും കമ്പോണൻസും എല്ലാം വളരെ കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സൈസ് വളരെ ചെറുതാണ്. ഈ ബോർഡ് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് USB മിനി പോർട്ടാണ്. അടുത്ത ബോർഡാണ് Arduino Pro Mini. ഈ ബോർഡ് എന്ന് പറയുന്നത് Arduino നാനോയേക്കാൾ ചെറുതാണ്. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ സൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ സർക്യൂട്ടിന്റെ എൻവയോൺമെന്റിന്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ് Arduino Pro Mini. ഈ ബോർഡിന് 3.3 വോൾട്ട് വേർഷനും 5 വോൾട്ട് വേർഷനും അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന് USB പോർട്ട് ഇല്ല. ഇതിന് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഒന്നേ ഒരു USB കൺവേർട്ടർ വാങ്ങണം, അല്ലെങ്കിൽ വേറൊരു Arduino ബോർഡ് വേണം. അത് നിങ്ങൾക്കൊരു ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ബോർഡാണിത്. ഇനിയുള്ളത് Arduino മേക്കർ ഫാമിലി. IoT പ്രോജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ഓഫ് ബോർഡ്സ് ആണ് Arduino മേക്കർ ഫാമിലി ബോർഡ്സ്. ഈ ബോർഡുകൾ IoT പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ പിന്നൗട്ട് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിനകത്ത് വ്യത്യാസം വരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. വൈഫൈ, ബ്ലൂടൂത്ത്, LoRa, GSM ഇങ്ങനെ പല വയർലെസ് കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ബോർഡ്സ് ഉണ്ട്. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ബോർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ ഉള്ളത് Arduino Nano IoT ഫാമിലി. ഈ ഒരു ഫാമിലിക്കകത്ത് 4 ബോർഡാണുള്ളത്. ഈ 4 ബോർഡിനും നമ്മുടെ Arduino നാനോയുടെ അതേ സൈസും അതേ ഫോം ഫാക്ടറുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ബോർഡ്സിന് വൈഫൈ കണക്ടിവിറ്റി ഉണ്ടാവും, ചില ബോർഡ്സിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടാവും, ചില ബോർഡ്സിന് രണ്ടും ഉണ്ടാവും. പിന്നെ ഇതിൽ തന്നെ പലതരം സെൻസേഴ്സ് ഇൻബിൽട്ട് ആയിട്ടുള്ള ബോർഡുമുണ്ട്. ഈ ബോർഡുകൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് IoT പ്രോജക്റ്റുകൾക്കായിരിക്കും. നമ്മുടെ ചാനലിൽ തന്നെ Arduino Nano 33 IoT വെച്ചിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ Arduino നാനോയുടെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. അതേസമയം Arduino Nano IoT ഫാമിലിയുടെ ബോർഡുകളുടെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 3.3 വോൾട്ട് ആണ്. ഫ്രണ്ട്സ്, മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഈ ആഴ്ചത്തെ PCB വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. സജിൻ ഗിരീഷ്, ആനന്ദ് മൗര്യ, മബ്രൂഖ് മുഹമ്മദ്, മധുദാസ്.
അപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് അഡ്രസ് ഇൻക്ലൂഡിംഗ് പിൻകോഡ് ആൻഡ് ഫോൺ നമ്പർ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ PCBs അയച്ചു തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ അടുത്ത ആഴ്ചയും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ 4 സബ്സ്ക്രൈബേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള PCBs ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഫ്രീ PCB വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റ് വഴിയായിരിക്കും. ഈ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ പ്രോഗ്രസ്, നിങ്ങളുടെ എൻട്രീസ്, നിങ്ങൾ എത്രത്തോളം ജയിക്കാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ അറിയാൻ പറ്റും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ടോ ഫേസ്ബുക്ക് ID വെച്ചിട്ടോ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ കഴിയുമ്പോൾ ഈ ഒരു അക്കൗണ്ട് വാലിഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമെയിൽ ID യിലേക്ക് ഒരു ലിങ്ക് പോകും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോൺടെസ്റ്റിൽ എൻ്റർ ആവുകയും നിങ്ങൾക്കൊരു എൻട്രി പോയിന്റ് കിട്ടുകയും ചെയ്യും. എൻട്രി പോയിന്റ്സ് കൂടുന്തോറും നിങ്ങൾ ജയിക്കാനുള്ള ചാൻസ് കൂടി വരും. എൻട്രി പോയിന്റ്സ് കൂട്ടാൻ വേറെയും ഒരുപാട് വഴികൾ അതിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് വഴിയാണ് റെഫർ എ ഫ്രണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലിങ്ക് കിട്ടും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. ഓരോ ഫ്രണ്ട്സിനും 5 പോയിന്റ് വെച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല. അപ്പോൾ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. പിന്നെ നമ്മൾ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Arduino ബോർഡ് വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യമാണ് Arduino ക്ലോൺ. എന്താണ് Arduino ക്ലോൺ? Arduino പ്ലാറ്റ്ഫോം ഓപ്പൺ സോഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരു Arduino ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നിക്കൽ ഡീറ്റെയിൽസും പബ്ലിക്കലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സ്വന്തമായിട്ടൊരു Arduino ബോർഡ് ഉണ്ടാക്കാം. ഇലക്ട്രോണിക്സ് കമ്പനികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓപ്പൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എടുത്ത് അവരുടെ സ്വന്തമായിട്ടുള്ള Arduino ബോർഡ്സ് ഉണ്ടാക്കും. എന്നിട്ട് അതിന് Arduino കോമ്പാറ്റിബിൾ ബോർഡ്സ് എന്ന് പറയും. നിങ്ങൾ ആമസോണിൽ നോക്കിയാൽ അറിയാം, അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ബോർഡ്സും Arduino കോമ്പാറ്റിബിൾ ബോർഡ്സ് ആയിരിക്കും. ഈ ബോർഡ്സുകൾക്കും പ്രശ്നമൊന്നുമില്ല. മിക്കവാറും എല്ലാ ബോർഡുകളും നമുക്ക് Arduino IDE വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതുമാണ്. പക്ഷേ Arduinoയുടെ സൈറ്റിൽ നിന്നും വാങ്ങുന്ന കമ്പോണൻസിൻ്റെയും ബോർഡിൻ്റെയും ക്വാളിറ്റി ഒരിക്കലും ക്ലോൺ ബോർഡ്സിന് കിട്ടത്തില്ല. പിന്നെ വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ക്ലോൺ ബോർഡ്സിന് വില വളരെ കുറവായിരിക്കും. Arduino നാനോയുടെ ക്ലോൺ ബോർഡ് ഞാൻ 200 രൂപയ്ക്ക് ഒരിക്കൽ വാങ്ങിയിട്ടുണ്ട്. അതേസമയം Arduino നാനോയുടെ ഒറിജിനൽ ബോർഡ് അവരുടെ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വില 1467 രൂപയാണ്. പക്ഷേ ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഗുണം. ഇപ്പോൾ നിങ്ങൾക്ക് പലതരം Arduino ബോർഡ്സുകളെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.